കൃഷ്ണ കളരി മാർഷൽ ആർട്സിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യാണ്. ഇന്ന് പറയാൻ വരുന്നൊരു വിഷയം മർമ്മ വിഷയങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. എങ്ങനെയാണ് മർമ്മങ്ങൾ ഉപയോഗിക്കുക, അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള രീതിയെക്കുറിച്ചാണ് പറയുന്നത്. അതിലൊരുപാട് വിഷയങ്ങളുണ്ട്. അടങ്കൽ, അതുപോലെ തന്നെ ഒരുപാട് അതിൻ്റെ ചികിത്സാപരമായിട്ടുള്ള കാര്യങ്ങൾ, ഒരുപാട് അതിൻ്റെ ടെക്നിക്ക് പരമായിട്ടുള്ള കാര്യങ്ങൾ, മൂവ്മെൻറ്റുകൾ ഒക്കെ ഒരുപാട് നിറഞ്ഞിട്ടുള്ളതാണ് ഈ ഇമ്പോർട്ടായിട്ടുള്ള പഠനം. അതാണ് കൃഷ്ണ കളരി മർമ്മ ഗുരുകുലത്തിൻ്റെ പഠനങ്ങൾ. അതെല്ലാവർക്കും ഞാൻ കാണിച്ചു കൊടുക്കുകയില്ല. ഞാൻ പഠിച്ചത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണമെങ്കിൽ എനിക്ക് ബോധ്യപ്പെടണം, അല്ലേ? എൻ്റെ എത്ര വലിയ സുഹൃത്തുക്കളാണെങ്കിലും ഞാനത് പഠിപ്പിക്കുന്നത് എനിക്ക് ബോധ്യം വരണം. എന്നാൽ മാത്രമേ ഞാൻ അത് പഠിപ്പിച്ചു കൊടുക്കുകയുള്ളൂ. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും, എൻ്റെ സ്റ്റുഡൻസുകൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കും, ഇല്ലേ? നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. എന്തുകൊണ്ടാണ്? അവർ പഠിക്കേണ്ട വിഷയങ്ങൾ, വലിയ വലിയ കാര്യങ്ങളൊന്നും ആർക്കും പറഞ്ഞു കൊടുക്കില്ല. എന്തുകൊണ്ടാണെന്നറിയോ? അത് കൃത്യമായ രീതിയിൽ വന്ന് പരിശീലിച്ചാൽ മാത്രമേ ഞാനത് പറഞ്ഞു കൊടുക്കുള്ളൂ. ഇല്ലാത്ത പക്ഷം നമ്മളത് പറഞ്ഞു കൊടുക്കുകയില്ല. യൂട്യൂബ് ചാനലിലൂടെ ഞാൻ കുറേ വിഷയങ്ങൾ പറയുന്നത് നമ്മുടെ കേരളത്തിലിരിക്കുന്ന ഗുരുക്കന്മാരും അനവധി സഹോദരന്മാരും ഒക്കെ ഉണ്ട്. അവരെല്ലാവരും പഠിക്കട്ടെ എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ്. എല്ലാവർക്കും എല്ലാ അറിവും എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല. ഞാൻ പഠിച്ച അറിവുകളാണ് ഞാൻ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളത് മനസ്സിലാക്കുക നല്ല രീതിയിൽ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ പ്രയോഗങ്ങളെന്ന് ഉദ്ദേശിക്കുക. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട് ചൂണ്ടുമർമ്മത്തെ കുറിച്ചിട്ട്. അതിൻ്റെ 2 പോർഷൻ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. 3-ാമത്തെ പോർഷനാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. രണ്ട് വിരൽ നോക്കിയേ കേട്ടോ. ഈ 2 വിരൽ കൊണ്ട് ഇങ്ങനെ പ്രയോഗിക്കുന്ന രീതികളുണ്ട്. 1-ാമത്തത്. 2-ാമത്തത് ഇങ്ങനെ പ്രയോഗിക്കുന്ന രീതിയുണ്ട്. 3-ാമത്തെ രീതി ഇങ്ങനെ പ്രയോഗിക്കുന്ന രീതിയുണ്ട്. ഇങ്ങനെ, അല്ലേ? ഇങ്ങനെ പ്രയോഗിക്കും, ഇതുപോലെ പ്രയോഗിക്കും. 4-ാമത്തത് ഇങ്ങനെ പ്രയോഗിക്കുന്ന രീതിയുണ്ട്. ഇമ്പോർട്ടായിട്ടുള്ളൊരു മർമ്മ പോയിന്റാണ്. 3 വിരൽ കൊണ്ട് വിരൽ ഇങ്ങനെ മടക്കിയിട്ടുള്ള പ്രയോഗങ്ങളുണ്ട്. അങ്ങനെ ഇതെല്ലാം ഹെവി ആയിട്ടുള്ള പഠനത്തിലെ വിരലുകൾ ഉള്ള രീതികളാണ്. അതുപോലെ തന്നെ ഇങ്ങനെ ഉപയോഗിക്കുന്ന രീതികളുണ്ട്. കണ്ടിട്ടുണ്ടല്ലോ കൈ എങ്ങനെയാണെന്നുള്ളത്. ഇങ്ങനെ ഉപയോഗിക്കുന്ന രീതികളുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ ഉപയോഗിക്കുന്ന രീതിയുണ്ട്. അങ്ങനെ ഒരുപാട്, ഇതെല്ലാം ഞാൻ കൈ മുദ്രകൾ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. അതുപോലെ തന്നെ ഇതിങ്ങനെ മടക്കിയിട്ട് ഉപയോഗിക്കും. ഇതെല്ലാം ഉപയോഗിക്കുന്നത് ഓരോ ഇടങ്ങളിലാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഇതെല്ലാം ഉപയോഗിക്കുന്നത് നമ്മുടെ ഇമ്പോർട്ടായിട്ടുള്ള ശരീരങ്ങളിൽ, ഭാഗങ്ങളിലാണിത് പ്രകാരം ഏൽപ്പിക്കുന്ന പോയിന്റുകളാണ് ഇതൊക്കെ. ഇതൊക്കെ പഠിക്കണമെങ്കിൽ നല്ല പൈസ കൊടുത്താലും കൂടി പഠിക്കാൻ പറ്റില്ല. ഇതൊക്കെ പാരമ്പര്യ രീതിയിലുള്ള പഠനങ്ങളാണ്. പക്ഷെ ഇത് ഞാൻ നിങ്ങൾക്ക് ഈ വിരലിൽ ഉള്ള പോയിന്റുകൾ കാണിച്ചു തരുന്നത് മറ്റുള്ളവർ മനസ്സിലാക്കിക്കോട്ടെ, അത് നല്ല രീതിയിലേക്ക് നിങ്ങൾ പഠിച്ചു വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾക്ക് ഇതൊക്കെ പോയിന്റുകൾ കാണിച്ചു തരുന്നത്. ഇതെല്ലാം അപകടങ്ങൾ നമ്മൾക്ക് വരുമ്പോൾ അതിൽ നിന്ന് തരണം ചെയ്ത് പോകാൻ വേണ്ടി മാത്രം ഉള്ള അഭ്യാസ മുറകളുടെ ഇമ്പോർട്ടായ ഭാഗങ്ങളാണ് ഞാനിത് ഇതിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇനി ഇതെങ്ങനെയാണ് അടിക്കുക, ഇതെങ്ങനെയാണ് പ്രയോഗിക്കുക എന്നുള്ളതൊക്കെ വരുന്ന നാളുകളിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. നമ്മൾ ഈ ചൂണ്ടുമർമ്മത്തിൽ ഇല്ലേ ഇങ്ങനെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് എവിടെയാണ് പ്രയോഗിക്കുന്നത് ഇല്ലേ? കഴുത്തിനോട് ചേർന്നിട്ടാണ് പ്രയോഗിക്കുന്നത്. ഈ കൈ കൊണ്ട് ഒരു ഭാഗം പ്രയോഗിക്കുന്നു പറഞ്ഞു. 5 മർമ്മസ്ഥാനങ്ങളിൽ ഈ വിരലുകൾ പ്രയോഗിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മുഴുവനായ കാര്യങ്ങളും പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ സുരക്ഷയാണ് ഏറ്റവും വലുത്.